യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് പോലും ഇറാൻ ഫലസ്തീനെ മറന്നില്ല. ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി ഇന്ന് ഇറാൻ തെരുവിലിറങ്ങി. എല്ലാ വർഷവും അവസാനത്തെ വെള്ളിയാഴ്ച ഇറാൻ്റെ രാഷ്ട്ര നേതാക്കളും ജനങ്ങളും ഫലസ്തീൻ്റെയും ഖുദ്സിൻ്റെയും മോചനത്തിന് വേണ്ടി ഇറാൻ്റെ തെരുവിലിറങ്ങി പ്രകടനം നടത്തുക എന്നുള്ളതും യോഗം സംഘടിപ്പിക്കുക എന്നുള്ളതും സാധാരണ ചെയ്യാറുള്ളതാണ്. ഇന്ന് ഇറാൻ യുദ്ധഭൂമിയിലാണ്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇത്രയും കഠിനമായിരിക്കുന്ന ഒരു യുദ്ധമുറ ലോകം പരീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രഹരശേഷി പ്രയോഗിക്കുന്ന ഒരു യുദ്ധം കൂടിയാണിത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു പക്ഷത്തും മറ്റു ലോക രാജ്യങ്ങൾ മറ്റു പക്ഷത്തും നിൽക്കുന്ന ഒരു തരത്തിൽ ഒരു യുദ്ധത്തെ നേരിട്ട് നേതൃത്വം നൽകുന്നു, നയിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി യഥാർത്ഥത്തിൽ ഇറാനുണ്ട്. 18 രാജ്യങ്ങളെങ്കിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തുർക്കിയും അസർബൈജാനെയും അടക്കം. പിന്നീട് അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എന്താ നമ്മൾ നോക്കണം. ഇസ്രായേലിൻ്റെ നേതാക്കന്മാർ ബങ്കറിലാണ്. എലികളെപ്പോലെ മാളത്തിൽ ഒളിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിർദ്ദേശം കൊടുക്കുകയാണ്. ആ നിർദ്ദേശം എല്ലാം സൈനികർ അംഗീകരിക്കുന്നില്ല. സൈനികർ ഇപ്പോൾ അവർക്ക് തോന്നിയ പോലെയാണ് അവരുടെ സംരക്ഷണവും സുരക്ഷിതത്വം നോക്കിയിട്ടൊക്കെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നുള്ളൂ എന്ന റിപ്പോർട്ടാണ് വരുന്നത്. 10-ാം തീയതി മുതൽ, അതായത് മാർച്ച് മാസം 10-ാം തീയതി മുതൽ ഇദ്ദേഹത്തെ കാണുന്നില്ല. ഇതിന് മുൻപത്തെ ഒരു റിപ്പോർട്ട് പറയുന്നത് ഫെബ്രുവരി അവസാനത്തോടു കൂടി തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒളിവിൽ നിൽക്കുകയാണ്, രംഗപ്രവേശനം ചെയ്യുന്നില്ല. ജീവനുണ്ടോ ഇല്ലേ എന്നറിയില്ല. അതിൽ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതൊന്നും പുറത്ത് വിടാത്തത് കൊണ്ടാണ്. പുറത്ത് വിട്ടാൽ പിന്നെ യുദ്ധത്തിൻ്റെ രീതികൾക്ക് മാറ്റം വരും. മാനസികമായിരിക്കുന്ന സംഘർഷം ഇവർക്ക് ഇസ്രായേലിൻ്റെ സൈനികർക്കുണ്ടാവും. അങ്ങനെ ആ സമയത്ത് യുദ്ധം വളരെ എളുപ്പം പരാജയപ്പെടും. അല്ലെ തന്നെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയും കൂടി വരുന്ന സമയത്ത് ഒന്നുകൂടി പരാജയപ്പെടും. അതുകൊണ്ട് പറയാതിരിക്കുകയാണ്. യുദ്ധത്തെ നേരിട്ട് നയിക്കുന്ന ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഇന്ന് തെരുവിലിറങ്ങിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പം പ്രകടനം നടത്താൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അവരുടെ ഏറ്റവും പ്രധാന ആളുകളെല്ലാം ആ പ്രകടനത്തിലുണ്ട്. മാത്രമല്ല ആ പ്രകടനത്തോടൊപ്പം ഇസ്രായേൽ മിസൈൽ വർഷിച്ചു. അപ്പോൾ പ്രകടനം നടന്നു പോകുന്നതിനിടയിൽ അവർ മിസൈൽ വർഷിച്ചുകൊണ്ട് മിസൈൽ പൊട്ടിത്തെറിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും കുറച്ച് പിറകിലായിട്ട്. അപ്പോൾ ആ പിറകിലൂടെയാണ് അവർ നടന്നു പോകുന്നതിന് പ്രത്യേകത ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീനുകൾ വേറെ തന്നെയാണ്. അതിന് താരതമ്യം ചെയ്യാൻ പറ്റിയ ഒരു ജീനും യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ്. മരണം അവർക്ക് പൊല്ലാണ്. കാരണം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വത്തിലൂടെയാണ് അവർ നടന്നു വന്നത്. ആ രക്തസാക്ഷിത്വം അനുഭവിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ താല്പര്യമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ആയത്തുള്ള അലി ഖംനായി സുപ്രീം ലീഡറുടെ അടുത്ത് ഒരു ചെറിയ കുട്ടി, ഒരു 7 വയസ്സുള്ളൊരു കുട്ടി വന്നിട്ട് സംസാരിക്കുന്നത് വലിയ വൈറലായിട്ട് ഓടിയതാണ്. ആ കുട്ടി പറയുന്നത് എനിക്ക് രക്തസാക്ഷിയാവണം, ഷഹീദാവണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് ഖംനായി പറഞ്ഞു കൊടുക്കുന്ന മറുപടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. കുട്ടി, നീ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, മിടുക്കനാവണം, സമൂഹത്തിനും മതത്തിനും രാജ്യത്തിനും സേവനം ചെയ്യുന്ന ആളാവണം, നീ വിവാഹം കഴിക്കണം, ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം, നീ പിതാവാവണം, നല്ല മാതൃകാ പിതാവാവണം, അങ്ങനെ 70-80 വയസ്സായതിനു ശേഷം നീ രക്തസാക്ഷിയാവണം. അപ്പോൾ ഈ ടീനേജ് പ്രായത്തിൽ യുവത്വം തുളുമ്പുന്ന ആ പ്രായത്തിൽ രക്തസാക്ഷിയാവണം എന്നല്ല പറയുന്നത്. ഏറ്റവും ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സായം സന്ധ്യയിൽ നിനക്കത് ചെയ്യാം. ഇപ്പോഴല്ല. ഇപ്പോൾ നിനക്ക് ഒരുപാട് കടമകളും കർമ്മങ്ങളും ഇവിടെ ചെയ്യാനുണ്ട്. രാജ്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും മതത്തിന് വേണ്ടിയും. അത് നിർവഹിക്കാതെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് കൊടുക്കുന്നത്. അവർ എങ്ങനെയാണ് അവരുടെ ഷിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഖലീഫയിലെ അവസാനത്തെ ഖലീഫയായിരിക്കുന്ന അലി ഇബ്നു അബി താലിബിൻ്റെ വംശത്തിൻ്റെ തുടർച്ചയായി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അലി ഇബ്നു അബി താലിബ് രക്തസാക്ഷിയായതാണ്. അവരുടെ 2 മക്കൾ ഹസൻ, ഹുസൈൻ രണ്ടുപേരും രക്തസാക്ഷികളാണ്, കൊല ചെയ്യപ്പെട്ടതാണ്. ആ താബയുടെ രക്തം കണ്ടുകൊണ്ട്, രക്തം വളർന്നുകൊണ്ട്, രക്തത്തിലൂടെ വളർന്നു വന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് ഷിയ വിഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് മരിക്കുക എന്നുള്ളത്, രക്തസാക്ഷിയാവുക എന്നുള്ളത് അവർ താല്പര്യപ്പെടുന്നതാണ്. അപ്പോൾ മരണത്തെ പേടിയില്ലാത്തവരും മരണത്തെ ഭയമുള്ള അമേരിക്കയും ഇസ്രായേലും. ഇസ്രായേലിനെ കുറിച്ച് എന്താണ് മതത്തിൻ്റെ നിയമം? ജീവിതത്തോട് ആർത്തിയുള്ളവരും മരണത്തെ പേടിയുള്ളവരുമാണ്. അമേരിക്കയെക്കുറിച്ച് എന്താ അഭിപ്രായം? ഇതേ അഭിപ്രായം തന്നെയാണ്. ജീവിതത്തോട് ആർത്തിയാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ പൗരന്മാർ തങ്ങളാണ് എന്ന് ജോർജ് ബുഷ് ഒരിക്കൽ പറഞ്ഞ വിവാദമായിരുന്നു. നിങ്ങളെ പൗരന്മാരെക്കാണ് ഏറ്റവും മെച്ചപ്പെട്ട പൗരന്മാരും ഏറ്റവും വില കൂടിയ പൗരന്മാരും. ഇൻഷുറൻസ് പോളിസി കിട്ടുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം കിട്ടേണ്ടതും അമേരിക്കൻ പൗരന്മാർക്കാണ്. അവരാണ് വില കൂടിയ പൗരന്മാർ. അവരെന്താണ്? ജീവിതത്തോട് ആർത്തിയുള്ളവരാണ്.
മരണത്തെ താല്പര്യമില്ലാത്തവരും പേടിയുള്ളവരുമാണ്. ഇറാനിലേക്ക് പോകുന്ന സമയത്തോ മരണം ഇഷ്ടപ്പെടുന്നവരാണ്, ജീവിതത്തോട് ആർത്തിയില്ലാത്തവരാണ്. ഏത് സമയത്തും മരണം വരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നു. ഈ രണ്ട് വിഭാഗം, ഈ രണ്ട് ആശയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. എങ്ങനെ ജയിക്കാനാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ? മരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു എന്ത് ആയുധമായിട്ട് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നു, രണ്ടാം ലോക യുദ്ധത്തേക്കാൾ ഭീകരമാണ്, കഠിനവും മാപ്പില്ലാത്ത രീതിയിലും ദയയില്ലാത്ത തരത്തിലുമുള്ള യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മുറ ഇപ്പോൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇതിൽ നിന്ന് മോചനം കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട മിസൈലിൻ്റെ അറ്റത്ത്, അതായത് വാർഹെഡിൻ്റെ അറ്റത്ത് ചില വാചകങ്ങൾ എഴുതിയിരുന്നു. അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം ഈ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സ്മരിക്കപ്പെടുകയാണ്, ഞങ്ങൾ പിറകിലുണ്ട് എന്നുള്ളത്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: എപ്സ്റ്റീൻ്റെ ദ്വീപിലെ ഇരകളുടെ സ്മരണക്കായി ഞങ്ങൾ സൈക്കോളജിക്കൽ വാർ ഹെഡ് പുറത്തിറക്കും. സൈക്കോളജിക്കൽ വാർ ഹെഡിൻ്റെ തലക്കാലാണ് ഇത് എഴുതി വെച്ചത്. എപ്സ്റ്റീൻ ദ്വീപിലെ ഇരകളുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് വിടുന്നത്. അതായത് നിങ്ങൾ പ്രതികളാക്കപ്പെട്ടവർ, എപ്സ്റ്റീൻ്റെ കാലത്ത് ആ ദ്വീപിൽ രക്തസാക്ഷിത്വം വഹിച്ച നിരപരാധികളായിരിക്കുന്ന ചെറിയ പെൺകുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ മിസൈൽ വിടുന്നു, അവരുടെ നെഞ്ച് തുളക്കാൻ വേണ്ടിയിട്ട്. അത് ഡൊണാൾഡ് ട്രംപിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ എപ്സ്റ്റീൻ ഉപയോഗിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ നടക്കുന്ന മൃഗീയമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ലോകത്ത് ഇത്രയും ക്രൂരമായിരിക്കുന്ന സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെക്സ് റാക്കറ്റായിട്ടാണ് എപ്സ്റ്റീന അറിയപ്പെടുന്നത്. അതിലുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും എപ്സ്റ്റീൻ ഒരുക്കുന്നു. അതിൽ ആനന്ദ നൃത്തം ചവിട്ടിയതിൽ ഡൊണാൾഡ് ട്രംപ്, ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ്, 1ാം സ്ഥാനത്താണ്. അപ്പോൾ അയാളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, എപ്സ്റ്റീൻ്റെ ദ്വീപിലെ ഇരകളുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വാർഹെഡ് ഈ മിസൈലിൻ്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. അത് പോയി പൊട്ടിത്തെറിക്കുന്നത് പ്രതികളായ ആളുകളുടെ നെഞ്ചത്തല്ലെങ്കിൽ പോലും പ്രതികളായിരിക്കുന്ന ആളുകളുടെ നെഞ്ച് തുളക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇറാൻ പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയാണ്: ഇതൊന്നും വളരെ എളുപ്പത്തിൽ ഇറാനെ പരാജയപ്പെടുത്തിയിട്ട് അതിജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാര്യം, ഒരു പക്ഷം രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നു, മരിക്കാൻ തയ്യാറായി നിൽക്കുന്നു, മറുപക്ഷത്തും മരണത്തെ പേടിക്കുന്നു. ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ എങ്ങനെ ലോക ചരിത്രത്തിൽ എങ്ങനെയാണ് അതിജീവിക്കാൻ വേണ്ടി ഇത്തരം വിഭാഗത്തിൻ്റെ നേരെ സാധിക്കുക? മാത്രവുമല്ല, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം കണ്ട ഒരു തലമുറയുടെ ബാക്കി പത്രമാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ചയാണ് ഇറാൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അവരിതൊക്കെ കാണുകയും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വിഭാഗമാണ്. അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ് എന്ന് ചുരുക്കം.